കെഎസ്ആർടിസിയെ രക്ഷപ്പെടുത്താൻ കേന്ദ്ര ഇടപെടൽ സാധ്യമാക്കുമെന്ന് കേന്ദ്രമന്ത്രിയും തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലം എൻഡിഎ സ്ഥാനാർത്ഥിയുമായ രാജീവ് ചന്ദ്രശേഖർ. ഏറെ ദുരിതം അനുഭവിക്കുന്ന വിഭാഗത്തെ ചേർത്തു പിടിക്കുന്നതിനോടൊപ്പം അവരുടെ പ്രശ്നങ്ങൾ കേന്ദ്രമന്ത്രി നേരിട്ടറിഞ്ഞു. ശമ്പളം, പെൻഷൻ ഉൾപ്പെടെ പതിവായി മുടങ്ങുന്നതോടെ കെഎസ്ആർടിസി ജീവനക്കാർക്കിടയിൽ സർക്കാരിനെതിരെ അമർഷം ശക്തമാണ്. ഇതിനിടെയാണ് കേന്ദ്രമന്ത്രിയും തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലം സ്ഥാനാർത്ഥിയുമായ രാജീവ് ചന്ദ്രശേഖർ തലസ്ഥാനത്തെ സെൻട്രൽ ഡിപ്പോയിലെത്തിയത്. കെഎസ്ആർടിസിയെ രക്ഷപ്പെടുത്താൻ കേന്ദ്ര ഇടപെടൽ സാധ്യമാക്കുമെന്ന് അദ്ദേഹം പറഞ്ഞു. നഷ്ടമായ വർഷങ്ങളല്ല, നേട്ടമാകുന്ന വർഷങ്ങളാകും ഇനിയെന്നും അദ്ദേഹം വ്യക്തമാക്കി. ഇതെല്ലാം ഒരു 5, 6, 7, 8 കൊല്ലമായിട്ട് ഒരു അക്യുമുലേറ്റ് ആവുന്ന ഓരോരോ പ്രോബ്ലംസും ചലഞ്ചസ് ആണ്. അതിന് ഒരു പരിഹാരം ആരും എടുക്കുന്നില്ല. അതുകൊണ്ട് ഞാൻ MP ആയാൽ അതിൻ്റെ എല്ലാം ഒന്ന് ഇരുന്ന് അണ്ടർസ്റ്റാൻഡ് ചെയ്ത് അതിൻ്റെ ഒരു പെർമനൻറ്റ് സൊല്യൂഷൻ എടുക്കാൻ എനിക്ക് ആഗ്രഹമുണ്ട്. ഞാൻ ചെയ്യും. അത് എൻ്റെ ഒരു ഡിറ്റർമിനേഷനുണ്ട്. സാധാരണക്കാരുടെ ഗതാഗത ആശ്രയമായ കെഎസ്ആർടിസിയുടെ നിലനിൽപ്പിന് തന്നെ ഭീഷണിയാകുന്ന നയങ്ങളാണ് സംസ്ഥാന സർക്കാർ സ്വീകരിച്ചു വരുന്നതെന്നും രാജീവ് ചന്ദ്രശേഖറിൽ വിശ്വാസമുണ്ടെന്നും കെഎസ്ആർടിസി എംപ്ലോയീസ് സംഘ പ്രതിനിധികളും പറഞ്ഞു. പ്രതീക്ഷയറ്റവരുടെ ഒരു പ്രതീകങ്ങളായിട്ടാണ് കെഎസ്ആർടിസി ജീവനക്കാരെ കാണുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മുടെ ആ ഒരു പ്രതീക്ഷ അടങ്ങുന്ന തരത്തിലുള്ള ഒരു പ്രതികരണവും അദ്ദേഹത്തിൻ്റെ ഒരു ആത്മവിശ്വാസം തുടിക്കുന്ന വാക്കുകളും നമ്മളെ എന്തായാലും കൈവിടില്ല എന്നുള്ള ഒരു ഉറപ്പുമാണ് അദ്ദേഹം നമുക്ക് നൽകിയിട്ടുള്ളത്. അതിൽ ഞങ്ങൾ പൂർണ്ണമായും വിശ്വസിക്കുകയാണ്. ഞങ്ങൾ മന്ത്രിയെ കണ്ടപ്പോഴോ പ്രതീക്ഷ പറഞ്ഞു. എന്തായാലും രാജീവ് ചന്ദ്രശേഖർ ഞങ്ങൾക്ക് നല്ലൊരു പ്രതീക്ഷയും ഒരു വിശ്വാസവുമാണ് നൽകിയത്. കെഎസ്ആർടിസിയെ ജനോപകാരപ്രദമായി നിലനിർത്താനും കൂടുതൽ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കാനും സാധിക്കുന്ന പരിവർത്തനങ്ങൾ കേന്ദ്ര സർക്കാർ പദ്ധതികളിലൂടെ നടപ്പിലാക്കാൻ അടിയന്തര ശ്രദ്ധ നൽകണമെന്നാവശ്യപ്പെട്ട് KST എംപ്ലോയീസ് സംഘ NDA സ്ഥാനാർത്ഥി രാജീവ് ചന്ദ്രശേഖറിന് നിവേദനവും നൽകി. ജനം, തിരുവനന്തപുരം.